ഹായ്, ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ കീരൂസ്. എൻ്റെ പ്രിയ കൂട്ടുകാർ എല്ലാവരും അക്ഷമയോടെ കാത്തിരുന്ന ഒരു ടിപ്പുണ്ട്. ഏതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്ര വലിയ ടിപ്പൊന്നുമല്ല. ആൻഡ്രോയിഡ് ഫോണിൻ്റെ ഹാങ് എങ്ങനെ കുറയ്ക്കാം, ഇൻബിൽട്ടായി ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻസ് എങ്ങനെ ഫോണിൽ നിന്നും ഒഴിവാക്കി ഫോണിൻ്റെ റോം ക്ലീൻ ചെയ്യാം, അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത്. ഇന്ന് നമ്മൾ ടിപ്പിടുന്നതിനൊരു വളരെ വലിയൊരു പ്രത്യേകതയുണ്ട്. കാരണം ഇപ്പോൾ മലയാളികൾക്ക് വേണ്ടിയിട്ട് മലയാളത്തിൽ എങ്ങനെയെന്ന് നിങ്ങൾക്ക് വരുമ്പോൾ കാണാം. ടിപ്പിടുന്നത് നമ്മളുടെ മലയാളം സോഷ്യൽ നെറ്റ്വർക്കായ സുഹൃത്ത്.com ടീം മാത്രമാണ്. അത് 100% ഷുവറാണ്. കാരണം നമ്മളെ സോഷ്യൽ നെറ്റ്വർക്കുകളിലൂടെ പ്രൊമോട്ട് ചെയ്യുന്നത് ഏറ്റവും പുത്തൻ കമ്പ്യൂട്ടർ മൊബൈൽ ടിപ്പുകളാണ്. അത് കഴിഞ്ഞിട്ടേ നമ്മളെ സോഷ്യൽ നെറ്റ്വർക്കുകളിൽ ബാക്കി എന്തുള്ളൂ. ബാക്കിയെല്ലാം ഉണ്ട്, പക്ഷേ നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത് കമ്പ്യൂട്ടറുകളെയും മൊബൈലിനെയും അങ്ങനെയുള്ള ടെക്നിക്കൽ പരമായ ടിപ്പുകൾക്കാണ്. അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന ആപ്ലിക്കേഷൻ ഇൻബിൽട്ട് ആയിട്ട്, അതായത് ഫോണ് നമ്മൾ വാങ്ങി സിമ്മിട്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ കാണുന്ന കുറച്ച് ആപ്ലിക്കേഷൻ ഉണ്ട്, കുറച്ച് ചവറ് സാധനങ്ങളുണ്ട്. സാംസങ്ങിൻ്റെ ഒക്കെ ആണെങ്കിൽ ചില ബോർഡ്സ് പോലത്തുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം മൈക്രോമാക്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ അവരുടെ ആപ്ലിക്കേഷൻസ്, മോട്ടോയിലാണെങ്കിൽ മോട്ടോ ജിയുടെ ആണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ആപ്ലിക്കേഷൻസ്, അങ്ങനെയുള്ളത് എങ്ങനെ ഒഴിവാക്കാം എന്നാണ് നമ്മളിതിൽ പറയാൻ പോകുന്നത്. അതിൻ്റെ മുന്നേ ആദ്യം നിങ്ങളുടെ ഫോൺ റൂട്ട് ചെയ്യണം. ഫോൺ റൂട്ട് ചെയ്യുന്ന വീഡിയോ ഞാൻ ഇതിൻ്റെ തൊട്ട് മുന്നേ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കി ചെയ്യുക. അതിൽ നിന്നും വ്യത്യാസം വരുന്ന ഫോണുകൾ എനിക്ക് ഒന്ന് ഇൻബോക്സ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ അതിൻ്റെ സൊല്യൂഷൻ ഒന്നല്ലെങ്കിൽ വീഡിയോ ട്യൂട്ടോറിയലായി ചെയ്തു തരും, അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണലായിട്ട് നമ്മൾ മെയിൽ ചെയ്തു തരും. അപ്പോൾ ഇനി എൻ്റെ കമ്പ്യൂട്ടറിലോട്ട് നോക്കാം. നമുക്കിത് വളരെ പെട്ടെന്ന് ഈ വീഡിയോ ട്യൂട്ടോറിയൽ ചെയ്തു തീർക്കേണ്ട ആവശ്യമുണ്ട്. കാരണം എനിക്ക് 3 മണിയാകുമ്പോൾ കാലിക്കറ്റ് പോകാനുണ്ട്, എയർപോർട്ടിൽ പോകാനുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നേ നമുക്കിത് ഫിനിഷ് ചെയ്യണം. അപ്പോൾ നേരെ നമുക്ക് എൻ്റെ കമ്പ്യൂട്ടർ സ്ക്രീനിലോട്ട് നോക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത് ആ വളരെ മനോഹരമായ നെഞ്ഞത്ത് കൈവച്ചിട്ടുള്ള ഫോട്ടോ എൻ്റെയാണ്. അപ്പോൾ എന്താണ് നെഞ്ഞത്ത് കൈവയ്ക്കുന്നത് വെച്ചാൽ നെഞ്ഞുവേന കൊണ്ടൊന്നുമില്ല, എൻ്റെ സ്റ്റൈലാണ്. പലർക്കും പല സ്റ്റൈലാവും. അപ്പോൾ എൻ്റെ ഒരു സ്റ്റൈലാണത്. അപ്പോൾ ഇപ്പോൾ എൻ്റെ കമ്പ്യൂട്ടർ സ്ക്രീനാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. ഇനി അതിൽ നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഫോണിൻ്റെ മെനു ഓപ്പൺ ചെയ്യാണ്. മെനു ഓപ്പൺ ചെയ്തിട്ട് അതിൽ നിന്ന് നിങ്ങൾക്ക് ലിങ്ക് ടു ST എന്ന് പറഞ്ഞൊരു അപ്ലിക്കേഷൻ കാണാം. കാരണം ഏറ്റവും മുകളിൽ വലത് ഭാഗത്തായിട്ട് ഇതാ ഈ കാണുന്നത് അത് ഓപ്പൺ ചെയ്തു. അപ്പം നമ്മളോട് ചോദിക്കും, ഒന്നും ചോദിക്കുന്നില്ല, ലോഡിംഗ് ആണ്. ഓക്കെ, ഒന്നും ചോദിക്കുന്നില്ല. സോറി അതിൻ്റെ മുന്നേ നിങ്ങൾക്ക് കുറച്ച് ആപ്ലിക്കേഷൻസ് കാണിച്ചു തരണ്ടേ. ഇപ്പം എൻ്റെ മെനുവിൽ കുറച്ച് ഇൻബിൽട്ടായിട്ട് കുറച്ച് ആപ്ലിക്കേഷൻസ് ഉണ്ട്. ഇപ്പോൾ M-Live, M-Zone, പിന്നെ ഈ കിടക്കുന്ന എന്താണ് പ്ലേമാൻ സ്വാ, അങ്ങനത്തെ ഒക്കെ പറഞ്ഞ സാധനങ്ങളുണ്ട്. അടുത്ത് നോക്കാം. ദ ഡാർക്ക് മാൻ എന്നൊക്കെ പറഞ്ഞ് കാണുന്നുണ്ട്. അപ്പോൾ അത് റിമൂവ് ചെയ്യാണ്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ലിങ്ക് ടു ST ഓപ്പൺ ചെയ്തു. ഓക്കെ, ഇനി നമ്മൾ ആ ആപ്ലിക്കേഷൻസ് നമ്മൾ ആദ്യം സെർച്ച് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് താഴത്തേക്ക് ഇങ്ങനെ നീക്കിയിട്ടുണ്ടെങ്കിൽ ആപ്ലിക്കേഷൻസ് കാണാം വരും. ധൃതി കൂട്ടേണ്ട, സാധനമുണ്ട്, ഏറ്റവും താഴെയാവും. ഇല്ല പിന്നെ പറഞ്ഞു കളിച്ചിട്ട് എന്താവും. ഞാൻ നേരത്തെ നോക്കിയപ്പോൾ കണ്ടതാണ്. ആ സാധനം എത്തിയതാ, ഫ്രൂട്ട് ഡബിൾ. എന്താണിത്? ഇതെന്തോ ഗെയിം എന്തായിട്ടാണ്. പക്ഷെ ഇത് കളിക്കണമെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ഉണ്ടെന്ന് സംശയമുണ്ട്. അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ നേരെ ഇങ്ങനെ വരും. ഇതിൽ നിന്ന് ആക്ഷൻ എടുക്കാം. ആക്ഷൻ എടുത്ത് കണ്ടോ, ഇവിടെ അൺഇൻസ്റ്റാൾ ഉണ്ട്, കൺവേർട്ട് ടു യൂസർ ആപ്പ് ഉണ്ട്, അങ്ങനെ കുറച്ച് സംഭവങ്ങളുണ്ട്. ഫ്രീസ് ചെയ്ത് നിർത്താം, പിന്നെ ആപ്ലിക്കേഷൻ വർക്ക് ചെയ്യില്ല. അപ്പോൾ തൽക്കാലം നമ്മളത് അൺഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. അതിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. വാണിംഗ് ഒക്കെ തരും, അതൊന്നും നോക്കണ്ട. മലയാളികൾക്ക് എന്ത് വാണിംഗ്. ഓക്കെ, അപ്പോൾ അത് തീർന്നു. മലയാളികൾ ആരും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ ഇനി നമുക്ക് നേരെ മേലോട്ട് പോകാം. വീണ്ടും താഴോട്ട് വരാം. ആപ്ലിക്കേഷൻ ഇനി റിമൂവ് ചെയ്യാനുണ്ട്. താഴെ ഹുക്കപ്പൊക്കെ വേണമാണാവോ, ആ കിടക്കട്ടെ, തൽക്കാലം പിന്നെ റിമൂവ് ചെയ്യാം. ചിലപ്പോൾ പണി കിട്ടിയാലോ. ഇനി M-Live നമ്മൾ ക്ലിക്ക് ചെയ്യുന്നു. വന്നു.
ആക്ഷൻസ് എടുക്കുന്നു, അൺഇൻസ്റ്റാൾ, ഓക്കെ കൊടുക്കുന്നു. ഓക്കെ, അൺഇൻസ്റ്റാളായി. അപ്പം ഇനി അതിൻ്റെ അടിയിലൊരു ഓപ്ഷൻ ഉണ്ട് എംസോൺ എന്ന് പറഞ്ഞിട്ട്. കുത്തുന്നു, ആക്ഷനിൽ വീണ്ടും കുത്തുന്നു, അൺഇൻസ്റ്റാൾ. ഓക്കെ, ആരും പേടിക്കണ്ട, എൻ്റെ വേറെ ഫോണിൽ മെസ്സേജ് വന്നാണ്. അപ്പോൾ വീണ്ടും നമ്മൾ നേരെ താഴത്തേക്ക് പോകുന്നു. ഇനി വല്ല കുന്ത്രാണ്ട് ഉണ്ടോ നോക്കട്ടെ. അതാ പ്ലേമാൻ സമ്മർ ഗെയിംസ് 3 കോപ്പിലെ ഗെയിം. വെറുതെ മനുഷ്യൻ്റെ ഫോണിൻ്റെ റോമിൽ സ്ഥലം തീരാൻ വേണ്ടിയിട്ട് അൺഇൻസ്റ്റാൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് അൺഇൻസ്റ്റാളായി. വീണ്ടും ഓക്കെ കൊടുത്തു. ഇപ്പം നിങ്ങളെ കാണുന്നത് എൻ്റെ ഫോണിൻ്റെ ലൈവ് സ്ക്രീനാണേ, അല്ലാതെ ഞാനിതിൽ കള്ളത്തിലൊന്നും കാണിക്കുന്നില്ല. അപ്പോൾ ഇനി അടുത്തത് അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ ഓൾറെഡി ഇൻബിൽട്ടായിട്ട് ചില ഫോണുകളിൽ വാട്സാപ്പൊക്കെ ചില ഫോണിൽ ഇൻസ്റ്റാൾ ആവുന്നത് ഫോൺ മെമ്മറിയിലോട്ടാവും. ഒരു വാട്സാപ്പ്, ഫേസ്ബുക്ക്, വീചാറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഫോണിൻ്റെ റോമിൻ്റെ ഏകദേശം 70% തീരും. പിന്നെ നമ്മൾ 4 ആപ്ലിക്കേഷൻ എടുത്തു കഴിഞ്ഞാൽ കഴിഞ്ഞു പരിപാടി. പിന്നെ തുടങ്ങും ഫോണ് ഹാങ് ആവുന്നത്. എങ്ങനെ ഈ M80 വണ്ടി ഉണ്ടല്ലോ ഇങ്ങനെ ഇട്ടിരുന്നത് നമ്മൾ ലൈസൻസിന് വേണ്ടിയിട്ട്, അതിൻ്റെ മേലെ ഒരു 3 ആളിരുന്ന് കയറ്റം വലിച്ചുള്ള അവസ്ഥ എന്തും അതുപോലെ ആവും നിങ്ങളുടെ ഫോണ്. അപ്പോൾ നമ്മൾ ഈ വാട്സാപ്പിൽ അങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് മൂവ് ടു SD കാർഡ് ഉണ്ട്, നേരെ അത് കൊടുക്കുക. ഒന്നും നോക്കണ്ട, നമ്മൾ മലയാളികൾ വേറെ ഒന്നും നോക്കാനില്ല, നമുക്ക് കാണുന്നൊക്കെ ക്ലിക്ക് ചെയ്ത് വിടുക തന്നെ. മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കുറച്ച് സമയം നമുക്ക് വെയിറ്റ് ചെയ്യാം, കാരണം ഇപ്പോൾ സിസ്റ്റം ആപ്പാണ് നമ്മൾ ഫോണിലോട്ട് മെമ്മറി കാർഡിലോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊരു ഡിലേ വരും, വെയിറ്റ് ചെയ്യാം. വെയിറ്റ് ചെയ്യാൻ ആരും പോവല്ലേ. അപ്പോൾ ഓപ്പറേഷൻ കംപ്ലീറ്റഡ് സക്സസ്ഫുള്ളി. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് ബാക്കിയുള്ള ചെയ്യാം. ഇനിയിപ്പോൾ ഞാൻ തൽക്കാലം ഞാൻ എൻ്റെ മെനുവിലോട്ട് തിരിച്ചു പോവുകയാണ്. അതിനായിട്ട് ഞാൻ മെനു ബട്ടൺ അമർത്തി. ഇപ്പം നിങ്ങൾ എൻ്റെ ഫോണിൻ്റെ സ്ക്രീനാണ്, മെനു സ്ക്രീൻ കാണുന്നത്. എവിടെയെങ്കിലും നമ്മൾ ആ ആപ്ലിക്കേഷൻ നമ്മൾ റിമൂവ് ചെയ്ത ആപ്ലിക്കേഷൻസിൽ കെടുക്കുന്നുണ്ടോ നോക്കി. ഇവിടെ ഏകദേശം ഇതിലേറ്റ ഈ ഭാഗത്താണ് അത് കെടുന്നിരുന്നത്, പക്ഷെ ഇപ്പം ഇല്ലല്ലോ. ഇനി ഇപ്പുറത്തോട്ട് നോക്കാം. ഇതോ സാധനമല്ല, ഒക്കെ റിമൂവ് ചെയ്തിരിക്കുന്നത്. നമ്മളെ ഫോണിൻ്റെ റോം അത്രയും ഫ്രീ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് നമ്മളുടെ ഫോണിൻ്റെ ഫ്രീ സ്പേസ്, ഇൻറ്റേർണൽ ഫ്രീ സ്പേസ് കൂട്ടാം. അതിനുപരി നിങ്ങളുടെ ഫോണിൻ്റെ പ്രവർത്തനക്ഷമത എന്താണ് കുതിര ഓടുന്ന പോലെ അങ്ങോട്ട് ഓടും. ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനിവിടെ തന്നെ ഉണ്ട്, എന്നെ ഒന്ന് ഇൻബോക്സ് ചെയ്ത് അറിയിച്ചാൽ മതി. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു തരും. പിന്നെ നമ്മളുടെ വെബ്സൈറ്റുകളിൽ അതുപോലെ തന്നെ നമ്മളുടെ വീഡിയോ ട്യൂട്ടോറിയലുകളിൽ നിങ്ങളുടെ പരസ്യങ്ങൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്കൊന്ന് മെയിൽ ചെയ്താൽ മതി, ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ഇട്ടുതരാം. ഞങ്ങളുടെ സോഷ്യൽ നെറ്റ്വർക്ക് ഉണ്ട്. ഏകദേശം 1.25 ലക്ഷത്തോളം മലയാളി കൂട്ടുകാരും മാത്രമല്ല സുഹൃത്ത്.com വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ട്യൂട്ടോറിയൽ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആ സൈറ്റിൽ നമ്മുടെ സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇതിലും കൂടുതൽ നിങ്ങൾക്ക് വിവരങ്ങൾ കിട്ടും. അപ്പോൾ ഇന്നത്തേക്ക് വിടാം. സൈനിങ് ഔട്ട്, കിരൂസ്.